എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സിമ്പിളും അതുപോലെ ഒരു വെറൈറ്റി വീഡിയോ ആണ്. ഇപ്പോൾ അതിശക്തമായ ചൂട് കാലം ഏറ്റവും നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നാരങ്ങ വെള്ളം തന്നെയായിരിക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് പഞ്ചസാര ചേർക്കാതെ ക്രീമി ടെക്സ്ചറിലുള്ള ഒരു നാരങ്ങ വെള്ളമാണ്. ഇതുപോലൊരു നാരങ്ങ വെള്ളം നിങ്ങൾ ഇതുവരെയും കുടിച്ചു കാണില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. നമ്മളാരും ചിന്തിക്കാത്തൊരു രീതിയിലാണ് ഇതിൻ്റെ പ്രിപ്പറേഷനും. വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്ക് വളരെ വെറൈറ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ സന്തോഷത്തോടു കൂടി തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതുമായ രുചിയേറിയ ഈ ഒരു നാരങ്ങ വെള്ളം എങ്ങനെയാണ് വളരെ രുചികരമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഈ ഒരു നാരങ്ങ വെള്ളം നല്ല ക്രീമി ടെക്സ്ചറിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് പഞ്ചസാര ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ എന്നും തയ്യാറാക്കുന്ന രീതിയിലല്ല ഈ ഒരു നാരങ്ങ വെള്ളം തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള നാരങ്ങ വെള്ളം തന്നെയാണ്. ഇതിന്റെ പേരൊക്കെ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. നമ്മുടെ നാട്ടിലല്ല, ഇത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതൊന്ന് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഈ ഒരു ജ്യൂസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നില്ല കേട്ടാ. ആകെ ഒരു നാരങ്ങ കൊണ്ടാണ് നമ്മൾ 2 ജ്യൂസ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാറാണ്. നമുക്ക് ഈ നാരങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നാരങ്ങ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ കുരു ഒന്നെടുത്ത് മാറ്റണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കുരുവൊക്കെ കളഞ്ഞിട്ടുള്ള ലെമൺ ഇതിലേക്ക് ചേർക്കാം. 3 ചെറിയ ഏലക്ക, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് 2 ഗ്ലാസ് അളവ് നാരങ്ങ വെള്ളമാണ്. അപ്പൊ അതിനായിട്ട് 2 ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 ഗ്ലാസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. കാരണം ഇനി ഐസൊക്കെ ചേർക്കുമ്പോൾ ഇതിന് കൂടുതൽ ക്വാണ്ടിറ്റി വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇന്ന് 2 ഗ്ലാസിന്റെ അളവ് മാത്രമാണ് ചെയ്തെടുക്കുന്നത്. ഇതുവരെ നിങ്ങൾ കഴിക്കാത്തൊരു രുചിയിൽ നല്ലൊരു നാരങ്ങ വെള്ളം തയ്യാറാക്കാനും വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നതാണ് മിൽക്ക് മെയ്ഡ്. നമുക്ക് ഈ മിൽക്ക് മെയ്ഡ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ നാരങ്ങ വെള്ളം തയ്യാറാക്കാനായിട്ട് പഞ്ചസാര ഒന്നും വേണ്ട, ഇത് മാത്രം മതിയാകും. ഇനി നമുക്ക് മിക്സിയുടെ ജാറ് ഒന്ന് കറക്കിയെടുത്തിട്ട് വരാം. അധികം ഒന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു പൾസ് മോഡിൽ ഒരു 2 പ്രാവശ്യം മാത്രം കറക്കിയെടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഈ ബൗളിലേക്ക് അടിച്ചെടുത്ത ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയായിട്ട് തന്നെയാണ് ജ്യൂസ് കിട്ടിയിട്ടുള്ളത്. ഇനി ഉടൻ തന്നെ നമുക്ക് ഗ്ലാസുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഐസ് ഇട്ട് കൊടുക്കാം. ഇനി അടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ജ്യൂസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാലോ, നല്ല ക്രീമി ടെക്സ്ചറിൽ തന്നെയാണ് നമുക്ക് ഈ നാരങ്ങ വെള്ളം തയ്യാറാക്കി എടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതും ഉണ്ടാക്കിയെടുക്കാനായിട്ട് 1 മിനിറ്റ് പോലും സമയം ആവശ്യവുമില്ല. ഇതൊരു വെറൈറ്റി മാത്രമല്ല, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാരങ്ങ വെള്ളം കൂടിയാണ്. ഈ ഒരു ചൂട് കാലത്ത് എത്ര വെള്ളം കുടിച്ചാലും ദാഹം തീരാത്ത ഈ ഒരു സമയത്ത് ഇതുപോലൊരു എനർജി ഡ്രിങ്ക് എല്ലാവരും തയ്യാറാക്കി നോക്കണേ. ഒരിക്കൽ തയ്യാറാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും തയ്യാറാക്കി കുടിക്കാൻ പറ്റിയ അത്രയും സ്വാദോടുകൂടി തന്നെയാണ് നമുക്കിത് കിട്ടുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ജ്യൂസിൻ്റെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം ആരും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തരുന്ന സപ്പോർട്ടാണ് മറ്റുള്ള ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തപ്പെടുന്നതും. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും മറക്കല്ലേ. വീഡിയോ കണ്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ സ്നേഹത്തിന്റെ ഭാഷയിൽ വീണ്ടും കാണാം.